എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പി മൊമെന്റ്സിൽ ഒന്നാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഞങ്ങൾ പാരീസ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരാൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, സർപ്രൈസ് ആയിട്ട് കൊണ്ടിരുന്നതാണ്. അതെ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് ഐഫിൽ ടവർ കാണണം ഭയങ്കര ആഗ്രഹമാണ്. മാട്രിമോണിയൽ ആലോചന വന്നപ്പോൾ തന്നെ ആദ്യം നോക്കിയത് യൂറോപ്പിലെ ചെക്കനെ മാത്രമാണ്. കാരണം ഇതൊക്കെ കാണാനോ വിചാരിച്ചിട്ട്. അപ്പൊ എന്റെ ഗ്ലാമർ എന്നെ ചതിച്ചു ഗൈസ്. അതൊക്കെ പിന്നെ ഞാൻ വിചാരിച്ചു എന്റെ ഗ്ലാമർ കണ്ടിട്ട് എന്നെ കെട്ടിയെന്ന്. അപ്പൊ ഞങ്ങളിവിടെ മിലാനിലെ മാൽപ്പൻസ് എന്ന് പറഞ്ഞ എയർപോർട്ടിലാണ്. ഇവിടുന്ന് ഒരു 2.5 മണിക്കൂറും കൂടെ ഉള്ളൂ ട്രാവൽ. ഫ്ലൈറ്റ് എത്തി, ഇനി നേരെ പാരീസിലേക്ക്. ഞങ്ങളുടെ പൈലറ്റ് പറപ്പിച്ച് വിട്ടതുകൊണ്ട് 8 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ പാരീസിലെത്തി. അങ്ങനെയാണ് ഞങ്ങൾ പാരീസിൽ ലാൻഡ് ചെയ്തു. നല്ലൊരു ഉറക്കം കിട്ടി ഫ്ലൈറ്റ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ, ഇഡ്ലിനേക്കാളും തണുപ്പുണ്ട്. ഇനി കാത്തിരിക്കാൻ പറ്റില്ല, നേരെ ഞങ്ങൾ ടാക്സി എടുത്ത് ഐഫൽ ടവർ ലക്ഷ്യമാക്കി വിട്ടു. ഞങ്ങൾ അങ്ങനെ അവസാനം ഈഫൽ ടവറിന്റെ അവിടെ എത്തി. എല്ലാ കൊല്ലം 7 മില്യൺ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നത് അറിയോ? ഈ കൊല്ലം നമ്മൾ അതിനകത്ത് വിട്ടു. ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ലാൻഡ്മാർക്ക് ആണ് ഈഫൽ ടവർ. പാരീസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരിക ഈഫൽ ടവർ ആണ്. 300 മീറ്ററാണ് ഐഫൽ ടവറിന്റെ ഹൈറ്റ് വരുന്നത്. ഏകദേശം 7000 ടൺ വെയിറ്റും. 300 തൊഴിലാളികൾ 2 കൊല്ലം കൊണ്ടാണ് ഇത് പണിത് തീർത്തത്. ആ കാണുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോട്ടോ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് കാണുന്ന ലൊക്കേഷൻ. ഇപ്പൊ ഞങ്ങളും അങ്ങോട്ട് പോവാണ്. ഇതാണ്ട് പിള്ളേരെ സ്കൂൾ ടൂർ കൊണ്ടുവന്നേക്കാണ് ഈഫൽ ടവറിലേക്ക്. നമ്മളും പോവും, ആതിരപ്പള്ളിയും വീഗാലാൻഡും ഒക്കെ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരീസിൽ അതിന്റെ എൻട്രൻസ് കവാടമായിട്ട് ഗുസ്താവ ഈഫൽ എന്ന് പറഞ്ഞൊരു ലെജൻഡറി എഞ്ചിനീയർ പണിതാണ് ഈ ഈഫൽ ടവർ. എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പി മൊമെന്റ്സിൽ ഒന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എൻ്റെ ഹസ്ബൻഡിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞാൻ അറിയാതെയാണ് ഈ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തത്. ആൾക്കിടയ്ക്ക് ഇതുപോലെ സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നും കണ്ടല്ലേട്ടാ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ ഭാര്യയെ.